നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ വരുന്ന 30 ദിവസങ്ങളിലെ ഫലങ്ങളാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അന്നു മുതൽ 30 ദിവസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാര മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവന്ന് അത് നടപ്പാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാതാവിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. പുതിയ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. കർമ്മസ്ഥാനത്തുള്ള വ്യാഴദൃഷ്ടി കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടിത്തരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. തീരുമാനങ്ങൾക്ക് ഔചിത്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ധനം എത്ര കൈവശം വന്നു ചേർന്നാലും അതിനൊത്ത ചെലവ് അധികരിക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കലാകാരന്മാർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. ഓഹരി ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു 30 ദിവസം ഓഹരി ഇടപാട്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് അതുപോലുള്ളതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി അതൊരു വിള്ളലിന് ഇടയാവാതെ ശ്രമിക്കുക. തൊഴിലിലൊക്കെ പുരോഗതി കാണുന്നുണ്ട്. കടം കൊടുത്തിട്ട് കിട്ടാതെ കിടന്ന പണമൊക്കെ തിരികെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അകന്നിരുന്ന പല ബന്ധുജനങ്ങളും അടുത്തു വരുന്നുണ്ട്. കാർഷിക രംഗത്ത് വളരെ നേട്ടം കൈവരിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാർഗതടസ്സങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പ്രിയ സുഹൃത്തുക്കളുടെ മോശമായ പ്രവർത്തനമൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമൊക്കെ കാണിക്കുന്നു. സുഖഭോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം നന്നായിട്ട് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി അന്യായമായ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സ് പ്രലോഭിപ്പിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ 30 ദിവസത്തിന്റെ അവസാനം മുതൽ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കോടതി കേസുകളൊക്കെ മുമ്പോട്ട് നീണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിക്കേണ്ടതായിട്ട് ഉണ്ട്. സാമ്പത്തിക രംഗത്ത് എന്തുകൊണ്ടും പുരോഗതിയുടെ കാലമാണ്. നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. ശത്രുദോഷങ്ങളൊക്കെ വളരെ കുറയുന്ന ഒരു സമയമാണ്. എന്നാൽ അനർഹരെയൊക്കെ സഹായിച്ച് ശത്രുത സമ്പാദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 3, 5, 7, 10, 19, 28 തീയതികൾ ശുഭകരമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടെങ്കിലും ചില ദോഷഫലങ്ങളും ഒക്കെ കാണുന്നുണ്ട്. സർവദോഷ പരിഹാരത്തിനായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ശിവപ്രീതി നേടുകയും ചെയ്താൽ സർവദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്നതാണ്. ഇത്രയുമാണ് രോഹിണി നക്ഷത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ഫലങ്ങൾ. ഇനിയുള്ള 30 ദിവസങ്ങൾ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അതുമുതൽ 30 ദിവസത്തെ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.